ശബരിമലയിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭക്തരൊക്കെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മകര സംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാണ് സന്നിധാനത്ത് നടന്നത്. അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിലും ദീപാരാധന നടന്നു. 2 ദീപാരാധനയും തൊഴുത് ദർശന സായുജ്യം നേടി ഭക്തർ ഇനി മലയിറങ്ങുകയാണ്. പമ്പയിലും ഒക്കെ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ഇനി സന്നിധാനത്തേക്ക് അവരെ കടത്തിവിടുകയും ചെയ്യും. വളരെ ശ്രദ്ധയോടുകൂടി പോലീസ് അയ്യപ്പന്മാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാത്തു നിൽക്കുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം സന്നിധാനത്ത് നിന്ന് ഇറങ്ങുന്ന ഭക്തർക്ക് സുഗമമായി അവരുടെ നാടുകളിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. പമ്പയിലൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് മല കയറി ദർശനം നടത്താൻ പറ്റുന്ന സാഹചര്യമാണ്. തിരക്കൊന്നും ഇല്ലാതെ മുൻകാലങ്ങളിലൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടാണ് ഇനി അടുത്ത മണിക്കൂറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വളരെ കർശനമായി ഈ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പതിവുള്ള ഒരു തിരക്ക് സന്നിധാനത്തിൽ 35,000 പേർ മാത്രമേ ഇന്ന് അവിടെയുള്ളൂ. അവർക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ ദർശനം നടത്താവുന്നതാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും സന്നിധാനത്തു നിന്ന്. ശ്രീജിത്ത്, ദീപാരാധന കഴിഞ്ഞു, ദർശനം നടത്താൻ ഇനിയും ഭക്തർക്ക് നടപ്പന്തലിലൊക്കെ കാത്തു നിൽക്കുന്നവർക്ക് അനുമതി കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം സന്നിധാനത്ത്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ 30,000 പേർ എന്നൊരു നമ്പറാണ് ഈ ഒരു ഘട്ടത്തിൽ അനുവദിച്ചത്. 35,000 പേർ അങ്ങനെ ഒരു നമ്പറാണ് ഈ ഒരു ഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അവർ ഈ നമ്മുടെ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ എത്തി. അതിനുശേഷം ശബരിപീഠത്തിൽ ഒരു സ്വീകരണം കഴിഞ്ഞ് ശരംകുത്തി വഴി അത് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം അവിടെ തിരുവാഭരണം അണിയിച്ച അയ്യപ്പ വിഗ്രഹത്തിന് അണിയിച്ച പൂജ നടന്നു. ശേഷം ദീപാരാധന നടന്നു. അപ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിഞ്ഞത്. എന്തായാലും മകര വിളക്കിന് ശേഷം ഭക്തർ മല ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇത്ര നേരം ഏതാണ്ട് 3 മണിയോടുകൂടി അവസാനിപ്പിച്ചതായിരുന്നു ആ ഒരു ദർശനം. അതിനുശേഷം ഇപ്പോൾ വളരെ സാവധാനത്തിൽ ഭക്തർ മല ചവിട്ടി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 35,000 ഒരു നമ്പർ മാത്രമല്ല ഇന്ന് ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. മല ചവിട്ടി ഈ 18ാം പടി ചവിട്ടാൻ മാത്രമേ 35,000 എന്നൊരു നമ്പർ അവർക്ക് മാത്രമേ അനുമതിയുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഈ ശരംകുത്തിയിലും സന്നിധാനത്തും ശബരിപീഠത്തും അടക്കം ഈ മകരവിളക്കും മകരജ്യോതിയും കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടിരുന്നത്. 2 ദിവസമായി പർണശാലകളൊക്കെ കെട്ടിക്കൊണ്ട് ആളുകൾ കാത്തു നിൽക്കുന്നു, അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്നു. അവരെല്ലാവരും തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇനി മലയിറങ്ങേണ്ടതുണ്ട്. അപ്പോഴാണ് വലിയൊരു തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. അതിലൊരു ഇടപെടലാണ് SP സുജിത് ദാസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്വീകരിച്ചിരിക്കുന്നത്. അവർ പരമാവധി ഭക്തരെ ഈ വിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴി പുറത്തേക്ക് അങ്ങോട്ട് പമ്പയിലേക്ക് ഇറക്കുന്ന പ്രക്രിയയിലേക്ക് ആ ഒരു നടപടിയിലേക്ക് അവർ കടന്നിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന മണിക്കൂറുകൾ ശ്രമകരമായ മണിക്കൂറുകളാണ്. സ്വാമി കുറെ ഭക്തരോട് കാത്തു നിൽക്കുക. സ്വാമി എവിടുന്നാ വരുന്നത്? അടൂരിന്ന് വരുന്നത്. തിരുവാഭരണത്തിന് കൂടെ വന്നാണോ? അല്ല, നടന്നു വരും. കാനനപാത വഴി നടന്നു വരും. എത്ര വർഷമായി ഇങ്ങനെ നടന്നു വരാൻ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് ഒരു അനുഭവം? എങ്ങനെയുണ്ട്? നല്ല അനുഭവം. ബുദ്ധിമുട്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രീജിത്ത്, സന്നിധാനത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഇത്തവണ അത് നിയന്ത്രണ വിധേയമാണ്. കാരണം ഹൈക്കോടതി കർശനമായ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് സുഗമമായ ദർശനത്തിന് എല്ലാവർക്കും അവസരം കിട്ടുകയും ചെയ്യും. പമ്പയിലൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് സന്നിധാനത്തേക്ക് വരാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവരും അവിടേക്ക് എത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ട് വണങ്ങി മലയിറങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.